ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ ഡോർ പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്നു. എന്ത് പറ്റിയെന്നറിയാൻ അയാൾ എത്തി നോക്കുമ്പോൾ ഒരു ട്രേ ആ ഡോർ ക്ലോസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്ക് ആയി നിൽക്കുന്നു. പക്ഷെ ആ ഡോറിനപ്പുറത്തേക്ക് മനുഷ്യന്മാർ പോകാൻ പാടില്ലെന്നറിയാമെങ്കിലും അയാൾ കാലെത്തി അത് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു. അതിന് കഴിയാത്തത് കൊണ്ട് കുറച്ചുകൂടി അകത്തേക്ക് കയറി തള്ളിമാറ്റുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അയാൾ അതിനകത്ത് നിൽക്കവേ ഡോർ ക്ലോസ് ആവുന്നു. ഡോർ ക്ലോസ് ആയതും ഓട്ടോമാറ്റിക്കായി റേഡിയേഷൻ ഓണായി ആ ചേംബർ ഫുള്ള് സ്പ്രെഡ് ആവുന്നു. വേദന സഹിക്കാനാവാതെ അയാൾ കരയുന്ന ശബ്ദം കേട്ട് അയാൾക്കൊപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവരും ഓടി വന്ന് അയാളെ രക്ഷിക്കാൻ ട്രൈ ചെയ്യുന്നു. ഉടനെ സൂപ്പർവൈസർ വന്ന് മെഷീൻ ഓഫ് ചെയ്ത് എല്ലാവരെയും പുറത്തു പോകാൻ പറയുന്നു. കാരണം അയാളുടെ ദേഹത്ത് റേഡിയേഷൻ പതിച്ചത് കൊണ്ട് വേറെ ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് പറയുന്നു. എല്ലാവരും പുറത്തേക്ക് പോയതും ഒരു റോബോട്ട് വന്ന് അയാളെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുവന്ന് ഒരു റൂമിനകത്ത് അടയ്ക്കുന്നു. അതിനുശേഷം അത് അയാളെ ചെക്ക് ചെയ്ത് അയാളുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ റേഡിയേഷൻ പതിച്ചത് കൊണ്ട് ഇനി 5 ദിവസം കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ എന്ന് പറയുന്നു. അതറിഞ്ഞ് അവിടേക്ക് വന്ന ഫാക്ടറിയുടെ ഓണർ ഉടനെ തന്നെ അയാളെ ഫാക്ടറിയിൽ നിന്ന് പറഞ്ഞുവിടാൻ പറയുന്നു. അയാൾക്ക് സ്വബോധമില്ലാതിരുന്ന സമയം അയാളുടെ സൈൻ വാങ്ങി വേദനയ്ക്കുള്ള ടാബ്ലറ്റ്സും കൊടുത്ത് പുറത്താക്കുന്നു. പുറത്തു വന്ന അയാൾ അയാളുടെ ശരീരം സുഖമാക്കുന്നതിനായി ഭൂമിയുടെ പുറത്തായി റെഡിയാക്കിയിരിക്കുന്ന സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു.